വെടിവയ്പിൽ തന്റെ ജീവൻ രക്ഷിച്ച 2 പഞ്ചാബ് പോലീസുകാർക്ക് നന്ദി അറിയിച്ച സുഖ്ബീർ ബാദൽ, ASIമാരായ ജസ്ബീർ സിംഗ്, ഹീര സിംഗ് എന്നിവരുടെ ചിത്രങ്ങൾ അദ്ദേഹം എക്സിൽ പങ്കുവച്ചു. അവർ കാണിച്ച ധൈര്യവും വിശ്വസ്തതയും എനിക്കും എന്റെ കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ദൈവം അവർക്ക് ദീർഘായുസ്സും നല്ല ആരോഗ്യവും എല്ലാ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെയെന്ന് പോസ്റ്റിൽ സുഖ്ബീർ ബാദൽ എഴുതി. പഞ്ചാബ് മുഖ്യമന്ത്രിയായി 5 തവണയും ഉപമുഖ്യമന്ത്രിയായി 2 തവണയും സേവനം അനുഷ്ഠിച്ച അദ്ദേഹം അകാലിദൾ നേതാവാണ്. അതീവ സുരക്ഷാ മേഖലയായ അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമം നടക്കുന്നത്. കഷ്ടിച്ചാണ് അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അക്രമം നടത്തിയ നരേൻ സിംഗ് ചൌരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മതപരമായ ശിക്ഷ ഏറ്റുവാങ്ങിയാണ് സുഖ്ബീർ സിംഗ് ബാദൽ സുവർണ ക്ഷേത്രത്തിലെത്തിയത്. 2007 മുതൽ 2017 വരെ പഞ്ചാബിന്റെ തന്റെ ഭരണകാലത്ത് അദ്ദേഹം മതപരമായ തെറ്റുകൾ ചെയ്തതായി പറയുന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം അടക്കം രാജിവെച്ചിരുന്നു. അകാൽ തഖ്ത് എന്ന സിഖുകാരുടെ പരമോന്നത സംഘടനയാണ് സുഖ്ബീർ സിംഗിനെതിരെ ശിക്ഷ വിധിച്ചത്. തൻഖായ് എന്നാണ് ഈ ശിക്ഷയെ പറയുന്നത്. 2007 മതനിന്ദ കേസിൽ ഗുർമീത് റാം റഹീം സിംഗിന് മാപ്പ് നൽകിയതുൾപ്പെടെയുള്ള തെറ്റുകൾ സുഖ്ബീർ ബാദൽ സമ്മതിച്ചതിനെ തുടർന്നായിരുന്നു ശിക്ഷ. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.